മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി കേന്ദ്ര സർക്കാരിന്റെ ഉമ്മീദ് പോർട്ടലിൽ സംസ്ഥാന വഖഫ് ബോർഡ് എഴുതി ചേർത്തതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി സഭാമുഖപത്രമായ ദീപിക മുഖപത്രത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. മുനമ്പം ഭൂമി വഖഫ് സ്വത്തായി ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് വെല്ലുവിളിച്ചിരിക്കുന്നത് 610 കുടുംബങ്ങളെയോ ക്രൈസ്തവരെയോ മാത്രമല്ല, മതേതര കേരളത്തെയാണ്. തങ്ങളുടേതെന്ന് തങ്ങൾക്ക് തോന്നുന്ന ഏത് സ്വത്തും കൈവശപ്പെടുത്താൻ അനുവദിക്കുന്ന വഖഫ് വകുപ്പുകൾ ഈ മതേതര രാജ്യത്ത് ഇതിനോടകം വരുത്തിവെച്ചിട്ടുള്ള വിനാശങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ്. തീവ്ര ഹിന്ദുത്വത്തെ രാജ്യത്ത് വളർത്തിയതിൽ വഖഫ് ബോർഡിന്റെ പങ്ക് ചരിത്രത്തിൽ ഉണ്ടാകും. ഇത്തരം കയ്യേറ്റങ്ങൾ മേലാൽ സാധ്യമല്ലാത്ത വിധം കേന്ദ്ര സർക്കാർ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ മതനിയമത്തിൽ പെട്ടുപോയ മുനമ്പം നിവാസികളെ രക്ഷിക്കാൻ ഭേദഗതിയിൽ ഒന്നുമില്ലായിരുന്നു. മുനമ്പത്തെ വേട്ട തുടരാൻ ബോർഡിന് അത് സഹായകമായി. പിണറായി സർക്കാരും കുറെയൊക്കെ ശ്രമിച്ചെങ്കിലും പരിഹരിക്കാനായില്ല. അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ സംഭവ വികാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുനമ്പത്തെ ജനങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതും അത് വഖഫ് ഭൂമിയില്ലെന്ന് അവർക്കത് കൊടുത്ത ഫറൂഖ് കോളേജ് ആണയിട്ട് പറയുകയും ചെയ്ത 404 ഏക്കർ സ്ഥലമാണ്. പുതിയ ഭേദഗതി അനുസരിച്ച് വഖഫ് സ്വത്തുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉമ്മീദ് പോർട്ടലിൽ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തത്. ഇത് വഖഫാണോ അല്ലയോ എന്നതിൽ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് വഖഫല്ലെന്ന് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഒക്ടോബറിൽ നിരീക്ഷിച്ചിരുന്നു. വഖഫ് ബോർഡിന്റേത് ഭൂമി തട്ടിയെടുക്കാനുള്ള തന്ത്രമാണെന്നും കോടതിക്ക് പരാമർശിക്കേണ്ടി വന്നിരുന്നു. ഇതിനെതിരെ വഖഫ് ബോർഡിന്റെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും അപ്പീലിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ വിധിയാണ് ഇനി നിർണായകം. മതപ്രീണനത്തിനു വേണ്ടി കോൺഗ്രസ് പടച്ച ഒരു നിയമം മുനമ്പത്തുൾപ്പെടെ എത്ര മനുഷ്യരെയാണ് വഴിയാധാരമാക്കിയത്? എത്ര സംസ്ഥാന സർക്കാരുകളുടെ കൈകാലുകളാണ് ബന്ധിച്ചത്? എത്ര രാഷ്ട്രീയ നേതാക്കളെയാണ് നിശബ്ദരാക്കി കളഞ്ഞത്? എത്ര കോടതികളെയാണ് നിസ്സഹായരാക്കിയത്? എത്ര മതവിഭാഗീയതയ്ക്കാണ് അത് ഇടയാക്കിയത്? കേരളത്തിൽ പോലും എന്തു വർഗീയ ചിന്തകൾക്കാണ് അത് വളമിട്ടുകൊടുത്തത്? ഈ മതനിയമവാഴ്ചയ്ക്ക് അവസാനമില്ലേ? യഥാർത്ഥ കൈവശക്കാരനായ ഫറൂഖ് കോളേജ് മുനമ്പത്തെ ഭൂമി വഖഫല്ലെന്ന് പ്രഖ്യാപിച്ചതിനാൽ വഖഫ് ബോർഡ് മുതവലിയായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉമീദിൽ വസ്തു രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ സർക്കാർ നിയോഗിച്ച ഉന്നതാധികാര സമിതിക്ക് മുന്നിലും മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന് ബോർഡ് അവകാശപ്പെട്ടിരുന്നു. ചുമ്മാ അവകാശപ്പെട്ടാൽ മതി, ഒരു രേഖയും വേണ്ട. 1954 വഖഫ് നിയമത്തിൽ കോൺഗ്രസ് സർക്കാർ 1995 വരുത്തിയ ഭേദഗതിയിലെ 40ാം അനുച്ഛേദ പ്രകാരം ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വഖഫ് ബോർഡ് കരുതിയാൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെയും മറികടന്ന് അത് സ്വന്തമാക്കാം. ഇരകൾ കോടതിയെയല്ല വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കണം. ഈ നിയമം ഉപയോഗിച്ചാണ് 2019 കൊച്ചി വൈപ്പിൻ ദ്വീപിലെ മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തെ 610 കുടുംബങ്ങളുടെ 404 ഏക്കർ ഭൂമിയും വഖഫ് ബോർഡിന്റെ ആസ്തി വിവരത്തിൽ ഉൾപ്പെടുത്തിയത്. അന്നു മുതൽ മുനമ്പത്തുകാരുടെ ജീവിതം ഈ മതനിയമത്തിന്റെ കാരുണ്യത്തിലായി. ആധുനിക മതേതര ജനാധിപത്യ ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്തും സാധ്യമല്ലാത്ത ഈ വകുപ്പുകൾ എങ്ങനെ നമ്മുടെ രാജ്യത്ത് പാസാക്കി എന്നത് രാഷ്ട്രമീമാംസകർ ഗവേഷണം നടത്തേണ്ടതാണ്. കേരയിൽ വിജ്ഞാപനവും സ്ഥലം ഏറ്റെടുക്കലുമെല്ലാം പുതിയ സർക്കാർ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സ്ഥലം ഏറ്റെടുക്കാൻ നാട്ടിയ മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യും. ആ മനുഷ്യർക്ക് സ്വന്തം സ്ഥലം വിൽക്കാനോ ആർക്കെങ്കിലും വാങ്ങാനോ മക്കളുടെ ആവശ്യത്തിന് പണയം വെക്കാനോ പോലും വയ്യാത്ത സ്ഥിതിയാണ് എന്നാണ്. അതേ അവസ്ഥയിലാണ് മുനമ്പത്തെ മനുഷ്യർ. മുനമ്പം ഭൂമി വഖഫല്ലെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നീതിക്ക് പോലും മതം തടസ്സമാണെന്ന് വരികയാണോ? സർക്കാരിന്റെ വിജ്ഞാപനം റദ്ദാക്കുന്നത് പോലെ എളുപ്പമല്ലേ വഖഫ് ബോർഡിന്റെ വിജ്ഞാപനങ്ങളെ തൊട്ടുകളിക്കാൻ? ഇസ്ലാമോഫോബിയ പലരും വളർത്തുന്നുണ്ടാകും. പക്ഷേ അത് നിർമ്മിച്ചെടുക്കുന്നതും കേടുകൂടാതെ സൂക്ഷിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദമാണ്. ഇന്ത്യയിലെ അതിന്റെ ഈറ്റിലങ്ങളിൽ ഒന്ന് വഖഫ് നിയമവും അതിന്റെ വെട്ടിപ്പിടുത്തങ്ങളും ഭേദഗതികളുമാണ്. അതാണ് ബോർഡ് കുറ്റബോധമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഒരു മതേതര ജനാധിപത്യ നിയമവ്യവസ്ഥയിലും സാധ്യമല്ലാത്ത വകുപ്പുകളുമായി ബോർഡ് ഇരുളിന്റെ മറവിലെത്തുമ്പോൾ മുനമ്പത്തുകാർ പേടിക്കാതിരിക്കുമോ? 2025 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കഴിഞ്ഞ LDF സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിച്ച നിലപാട് മുനമ്പത്തുകാർക്ക് അനുകൂലമായിരുന്നു. 1950 ഫറൂഖ് മാനേജ്മെന്റിന് നൽകിയ എൻഡോമെന്റ് ആധാരം വഖഫ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നില്ലെന്നും ഇടപാട് നടന്ന് 69 വർഷത്തിനു ശേഷം മുനമ്പം ഭൂമി അവകാശപ്പെട്ട് വഖഫ് ബോർഡ് നടത്തിയ ഏകപക്ഷീയ വിജ്ഞാപനം സർക്കാരും കോടതിയും പരിശോധിക്കേണ്ടതാണെന്നുമായിരുന്നു വാദം.
മുൻപത്തേത് വഖഫ് സ്വത്തല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ മതപ്രീണനക്കാർ സൃഷ്ടിച്ച വഖഫ് വകുപ്പുകൾ അങ്ങേയറ്റം മനുഷ്യവിരുദ്ധവും പതിറ്റാണ്ടുകളുടെ കോടതി വ്യവഹാരത്തിന് പോലും കുരുക്കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായി മാറി. വിറ്റവരെയും വാങ്ങിയവരെയും തല്ലിയോടിച്ച് സ്വത്ത് തട്ടിയെടുക്കുന്നവർക്ക് നിയമപരിരക്ഷ കൊടുക്കുന്ന നിയമം. വഖഫിന്റെ ചെരുപ്പിനനുസരിച്ച് നീതിയുടെ കാലുകൾ വെട്ടിമുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇരകളേക്കാൾ വലിയ നിസ്സഹായാവസ്ഥയിലാണോ തങ്ങളെന്ന് പുതിയ സർക്കാർ ആത്മപരിശോധന നടത്തണം. വഖഫ് ബോർഡിന്റെ ഉമീദ് വിജ്ഞാപനം റദ്ദാക്കി മുൻപത്തെ വഖഫ് കുറ്റികൾ പറിച്ച് അറബിക്കടലിൽ എറിയണം. അതുവരെ 10 മിനിറ്റ് വാഗ്ദാന മഴ നനഞ്ഞ ഇരകൾ മതേതരത്വത്തിന്റെ തിരകളെണ്ണി കടപ്പുറത്തുണ്ടാകും. എങ്ങോട്ടും പോകില്ല എന്ന വാക്കുകളോടെയാണ് മുഖപത്രം അവസാനിക്കുന്നത്.